ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു. സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അതിലേക്ക് അനുവദിച്ച സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചിരിക്കുകയാണ്. കാസർഗോഡ് KP സതീഷ് ചന്ദ്രൻ, കണ്ണൂർ PK ശ്രീവതി ടീച്ചർ, വടകര P ജയരാജൻ, കോഴിക്കോട് A പ്രദീപ് കുമാർ, മലപ്പുറം PP സാനു SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്, ആലത്തൂർ ഡോക്ടർ PK ബിജു, പാലക്കാട് MB രാജേഷ്, ചാലക്കുടി ഇന്നസെന്റ്, എറണാകുളം P രാജീവ്, കോട്ടയം VN വാസവൻ, ആലപ്പുഴ അഡ്വക്കേറ്റ് AM ആരിഫ്, പത്തനംതിട്ട വീണ ജോർജ്, കൊല്ലം KN ബാലഗോപാൽ, ആറ്റിങ്ങൽ ഡോക്ടർ A സമ്പത്ത്. 2 സീറ്റുകളിൽ സ്വതന്ത്രന്മാർക്ക് പിന്തുണ നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഇടുക്കിയിൽ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, പൊന്നാനിയിൽ PV അൻവർ. ഇത്രയും സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനം LDF ഇന്ന് തന്നെ ആരംഭിക്കുന്നതാണ്. ഓരോ പ്രദേശത്തും ലോകസഭാ മണ്ഡലം കമ്മിറ്റികളും അസംബ്ലി മണ്ഡലം കമ്മിറ്റികളും ബൂത്ത് തലം വരെയുള്ള കമ്മിറ്റികളും 20-ാം തീയതിയോടുകൂടി രൂപീകരിച്ച് എല്ലാ വോട്ടർമാരെയും കാണുന്ന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി LDFന് യാതൊരുവിധ പ്രയാസവുമില്ല. LDFന്റെ ആത്മവിശ്വാസമാണ് അത് തെളിയിക്കുന്നത്. LDFന്റെ അത് കഴിഞ്ഞ തവണയും MLA മാർ മത്സരിച്ചിട്ടുണ്ടല്ലോ. MA ബേബി കഴിഞ്ഞ തവണ MLA ആയപ്പോഴല്ലേ മത്സരിച്ചത്. MLA മാർ മത്സരിക്കുന്നത് ആദ്യമായിട്ട് മത്സരിക്കുന്നതൊന്നുമല്ല, മുൻകാലങ്ങളിലും മത്സരിച്ചിട്ടുണ്ട്. ഇത് 2 വനിതകൾ ഇത്തവണ ജയിക്കുന്ന സീറ്റിലാണ് മത്സരിപ്പിക്കുന്നത്. ൽ UDFന്റെ 4 MLA മാർ കൂട്ടത്തോടെ മത്സരിച്ചിരുന്നു. അന്നവർ ജയിക്കുകയാണ് ചെയ്തത്. ഇത് MLA മാർ മത്സരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യത്തെ ഒരു കാര്യമല്ല, പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ലോകസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ഇത്തവണ വളരെ പ്രധാനമാണ്. ഇടതുപക്ഷത്തിൻ്റെ അംഗബലം പാർലമെന്റിൽ വർദ്ധിക്കണം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള ഇടതുപക്ഷത്തിൻ്റെ കഴിവ് വർദ്ധിക്കണം. കേന്ദ്രത്തിൽ ഒരു മതനിരപേക്ഷ സർക്കാർ രൂപീകരിക്കണം. അതിൽ ഇടതുപക്ഷത്തിൻ്റെ അംഗബലം വർദ്ധിപ്പിക്കണം. 2004 കേരളത്തിൽ കോൺഗ്രസിൽ ഒരു സീറ്റ് പോലും ജയിച്ചിരുന്നില്ല.
ആ 2004 കേന്ദ്രത്തിൽ BJPയെ താഴത്തിറക്കി ഒരു മതനിരപേക്ഷ സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷത്തിന് 18 സീറ്റ് കേരളത്തിൽ ലഭിച്ച സാഹചര്യത്തിലാണ്. ഇത്തവണയും ഇടതുപക്ഷത്തിൻ്റെ സീറ്റ് വർദ്ധിക്കുന്നതിനനുസരിച്ചായിരിക്കും മോദി സർക്കാരിനെ അധികാരത്ത് പുറത്താക്കുന്നത് ഉറപ്പുവരുത്താൻ കഴിയും. അതുകൊണ്ട് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഓരോ പാർലമെൻറ്റ് മണ്ഡലത്തിലും ജയസാധ്യതയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥികളെ പരിഗണിച്ചിട്ടുള്ളത്. 10 കക്ഷികൾ മുന്നണിയിലുണ്ടെങ്കിലും ഈ നിൽക്കുന്ന 20 സ്ഥാനാർത്ഥികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളാണ്. ഇനി ഈ സ്ഥാനാർത്ഥികളാരും ഏതെങ്കിലും പാർട്ടിയുടെ സ്ഥാനാർത്ഥികളല്ല. മുന്നണി ഇന്നലെ അംഗീകരിച്ചതോടുകൂടി 20 പേരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായിട്ട് മാറുകയാണ്. ഇതര സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ബംഗാളിൽ കോൺഗ്രസുമായിട്ട് സീറ്റ് ധാരണകൾ ഉറപ്പിക്കുകയും ഇവിടെ DMK മുന്നണിയും കോൺഗ്രസും ഉൾപ്പെട്ട ഒരു സഖ്യത്തിൽ തമിഴ്നാട്ടിൽ മത്സരിക്കുകയും ചെയ്യുന്നു. ആ നിലപാടുകളൊക്കെ കേരളത്തിൽ പാർട്ടിയുടെ വിജയസാധ്യതകളെ കുറയ്ക്കാനും അതിന് തരത്തിലുള്ള 2004 തമിഴ്നാട്ടിൽ ഇതേ അവസ്ഥ തന്നെയായിരുന്നു. അന്നാണ് കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിക്ക് 18 സീറ്റ് കിട്ടിയതും കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ജയിക്കാതിരുന്നതും 2004 അന്നും തമിഴ്നാട്ടിൽ DMK മുന്നണിയിലാണ് ഞങ്ങൾ. DMKക്ക് കോൺഗ്രസുമായി ധാരണയുണ്ടായിരുന്നു. പശ്ചിമ ബംഗാളിൽ 6 സീറ്റുകളിൽ മത്സരം വേണ്ടതില്ല എന്നുള്ള നിലപാടാണ് CPM സ്വീകരിച്ചിട്ടുള്ളത്. 4 സീറ്റ് കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളും ജയിച്ച സീറ്റുകളും 2 സീറ്റ് CPM മത്സരിച്ച സീറ്റുകളുമാണ്. ആ സീറ്റിൽ മത്സരം ഒഴിവാക്കണമെന്ന് CPM അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അത് കോൺഗ്രസ് പരിഗണിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പരിഗണിക്കാം. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ BJPയെ താഴത്തിറക്കണം. അതിന് പരമാവധി സ്ഥലങ്ങളിൽ BJP ഇതര വോട്ട് സമാഹരിക്കണം. പശ്ചിമ ബംഗാളിൽ BJPയും തൃണമൂൽ കോൺഗ്രസും 2 വോട്ടർക്കും എതിരായിട്ടുള്ള ശക്തികളെ അണിനിരത്തണം. അതാണ് പശ്ചിമ ബംഗാളിൽ ഈ 6 സീറ്റുകളിൽ ഇത്തരത്തിൽ മത്സരം ഒഴിവാക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അത്തരം ആരോപണങ്ങളൊന്നും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ്. അതെല്ലാം നേരത്തെ ഉയർന്നു വന്ന ആരോപണങ്ങളാണ്. അതെല്ലാം പരിശോധിക്കുകയും അതിന് അർത്ഥമില്ലെന്ന് കണ്ടതുമാണ്. അതുകൊണ്ട് അത്തരം വിവാദങ്ങളൊന്നും ഈ ഇലക്ഷനിൽ ഏശാൻ പോകുന്നില്ല. ജില്ലാ സെക്രട്ടറിമാർ മുൻകാലത്ത് മത്സരിച്ചിട്ടുണ്ട്. മത്സരിച്ച സന്ദർഭത്തിൽ നേരത്തെ ഉണ്ടായതുപോലുള്ള ക്രമീകരണം ഇത്തവണയും ഉണ്ടാകും. അതിപ്പോൾ ഓരോ സ്ഥലത്തും സ്ഥിതിഗതികൾ നോക്കി തീരുമാനിക്കും. അല്ല, അത് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, അതിന് ഏർപ്പാട് ഞങ്ങൾ ചെയ്യാം. കണ്ണൂരിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളത് നല്ലത് തന്നെയാണ്. അതിനനുസരിച്ചിട്ടുള്ള ക്രമീകരണം ഞങ്ങൾ ഉണ്ടാക്കാം. ഒരു സ്ഥിര സെക്രട്ടറി വേണമെന്നല്ലേ ഉദ്ദേശിക്കുന്നത്. ഒരു സ്ഥിര സെക്രട്ടറി ഉണ്ടാവും.